മക്കൾ വഴിപിഴച്ചു പോയാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് പൊതുവെ അമ്മമാരായിരിക്കും അല്ലേ? ആ തള്ളയുടെ വളർത്തു ദോഷമെന്നാണ് നാട്ടുകാർ പറയുക. ഇതുപോലെ തന്നെയാണ് മക്കളുടെ ദുർനടപ്പിൻ്റെയും സ്വഭാവദൂഷ്യത്തിൻ്റെയും എല്ലാം ഇരയായി തീരുന്നതും അമ്മ തന്നെയാണ്. എന്നാൽ മകനോ മകളോ തലതെറിച്ചു പോയാൽ ഒരമ്മയും അവരെ തള്ളിപ്പറയുന്നത് കേട്ടിട്ടുണ്ടോ? കാരണം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന കുറേ നല്ല അമ്മമാരുള്ള നാടാണിത്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ ഓമനാമ്മയും ഇങ്ങനെ മകൻ സന്തോഷിന് വേണ്ടി ജീവിച്ചതാണ്. സന്തോഷിൻ്റെ മദ്യപാനവും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും കാരണം ഭാര്യയും മക്കളുമെല്ലാം അയാളെ ഉപേക്ഷിച്ചു പോയി. എന്നിട്ടും ഓമനാമ്മയ്ക്ക് നൊന്തു പ്രസവിച്ച മകനെ അങ്ങനെ തനിച്ചാക്കി പോകാൻ കഴിഞ്ഞില്ല. ഒടുവിൽ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് അറിയണ്ടേ? നെടുമങ്ങാട്ടെ വീട്ടിലുണ്ടായ ആ ദുരന്തവും പാലക്കാട് തൃത്താലയിൽ തളർന്നു കിടപ്പിലായ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ കേസുമാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ സന്തോഷിന്റെ ഉള്ളിൽ മദ്യം ചെന്നാൽ പിന്നെ അയാൾ ചെകുത്താനാണ്. കൺമുന്നിൽ കാണുന്ന ആരെയും ആക്രമിക്കും. വീട്ടിലും നാട്ടിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സന്തോഷിന്റെ ആക്രമണത്തിൽ കൂടുതലും ഇരയായിട്ടുള്ളത് അയാളുടെ അമ്മയാണ്. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ അമ്മയെ തല്ലുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ രാത്രിയിലും അമ്മ ഓമനയെ സന്തോഷ് കള്ളുകുടിച്ചെത്തി ക്രൂരമായി മർദ്ദിച്ചു. മകന്റെ ചവിട്ടേറ്റ് അബോധാവസ്ഥയിലായ ഓമനയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അമ്മയെ ചവിട്ടിക്കൊന്ന കേസിൽ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഉപദ്രവം സഹിച്ചു മടുത്ത് ഏതാനും നാളുകൾക്ക് മുൻപ് ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയിരുന്നു. നെടുമങ്ങാട് തേക്കടയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം. തേക്കട ഭൂതക്കുഴി പുത്തൻ വീട്ടിൽ 75-കാരിയായ ഓമനയമ്മയെയാണ് മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാത്രി 7:30 മദ്യപിച്ചെത്തിയ മകൻ സന്തോഷ അമ്മയെ മർദ്ദിക്കുകയും ചവിട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ആക്രമണത്തിന് പിന്നാലെ വീടിന് സമീപത്തെ ഷെഡും ഇയാൾ തകർത്തു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആദ്യം നെടുമങ്ങാട് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മർദ്ദനത്തിൽ ഓമനയുടെ എല്ലുകൾ ഒടിയുകയും ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്തതായാണ് വിവരം. പ്രതി 50 വയസ്സുള്ള മണികണ്ഠൻ എന്ന സന്തോഷിനെ വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിക്കാനും പണയം വെച്ച ബൈക്ക് തിരികെ എടുക്കാനും പണം കൊടുക്കാത്തതിനാലാണ് സന്തോഷ് അമ്മയെ മർദ്ദിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ പലതവണ സന്തോഷ് ഓമനയെ മർദ്ദിച്ചിരുന്നു. ഇതിനെ തുടർന്ന് 3 മാസമായി ഇവർ കിടപ്പിലായിരുന്നു. മദ്യലഹരിയിലെത്തുന്ന സന്തോഷ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ്. ഇതേ തുടർന്ന് ഇയാളുടെ ഭാര്യയും മക്കളും കുറച്ചുനാളായി മറ്റൊരു വീട്ടിലാണ് താമസം. ഓമനയുടെ ഏക മകനാണ് മണികണ്ഠൻ. ന്യൂസ് 18 നെടുമങ്ങാട്. നമ്മുടെ പല വീടുകളിലും അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ചെറിയ അസുഖം വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? പൊതുവെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? നീ എൻ്റെ ജീവന്റെ പാതിയാണെന്നും പ്രാണനാണെന്നുമൊക്കെ പറഞ്ഞാലും ഭാര്യ അസുഖം വന്ന് കിടപ്പിലായാൽ പലർക്കും പിന്നെ അവർ ഒരു ബാധ്യതയാണ്. പാലക്കാട് തൃത്താലയിൽ തളർന്നു കിടപ്പിലായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ കഴിയാതെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൃത്താല സ്വദേശിനി ഉഷാ നന്ദിനിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് മുരളീധരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് കുടുംബ ഗ്രൂപ്പിൽ മുരളീധരൻ ഓഡിയോ സന്ദേശം അയച്ചിരുന്നു. പാലക്കാട് തൃത്താലയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് കുടുംബ ഗ്രൂപ്പിൽ ഭർത്താവ് ഓഡിയോ സന്ദേശം അയച്ചത്. ഉഷ മരിച്ചു, ഉഷനെ ഞാൻ കൊന്നു.
എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ആരും കിട്ടുന്നില്ല. അത് ഞാൻ ചെയ്തു. അതിന് എന്ത് ശിക്ഷ വന്നാലും ഞാൻ ഉപയോഗിക്കാൻ പോകും. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല ഒതളൂർ കൊങ്ങശ്ശേരി വളപ്പിൽ 57 വയസ്സുകാരി ഉഷാനന്ദിനിയാണ് മരിച്ചത്. വിവരമറിഞ്ഞ് തൃത്താല പോലീസ് സ്ഥലത്തെത്തി. സംഭവത്തിൽ ഭർത്താവ് 62-കാരൻ മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉഷാനന്ദിനിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞത്. ഉഷാനന്ദിനി മാസങ്ങളോളമായി തളർന്നു കിടപ്പിലാണ്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ, തൃത്താല SI എന്നിവരും സ്ഥലത്തെത്തി. ന്യൂസ് 18 പാലക്കാട്. മനസ്സിൽ പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്ന ചില മനുഷ്യരുണ്ട്. തക്കം കിട്ടിയാൽ അവർ ആക്രമിക്കും. കൊലപ്പെടുത്താനും മടിക്കില്ല. കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ്. കാരറ സ്വദേശി സുജിനെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്തുക്കളും അയൽവാസികളുമായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുജിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിനും സംഘർഷത്തിനിടെ കുത്തേറ്റിരുന്നു. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തിട്ടുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ചിതറയിൽ സുജിനും അനന്തവും ഭാരവാഹിത്വം വഹിച്ച ക്ഷേത്രോത്സവത്തിൽ പ്രതികൾ ബഹളമുണ്ടാക്കിയ സംഭവമായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. തുടർന്ന് ഇരുവരുമായി വിരോധത്തിലായ പ്രതികൾ വിവിധയിടങ്ങളിൽ കാണുമ്പോൾ വാക്കുതർക്കമുണ്ടാക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10:30 പ്രതികളിൽ 2 പേർ എത്തി സുജിനെയും അനന്തുവിനെയും അസഭ്യം വിളിക്കുകയും ചെയ്തു. തുടർന്ന് സുജിനും അനന്തവും ബൈക്കിൽ പോകവെ ആളൊഴിഞ്ഞയിടത്ത് വെച്ച് പ്രതികൾ സംഘം ചേർന്ന് ഇരുവരെയും ആക്രമിച്ചു. ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ മുതുകിൽ കുത്തുകയും തടയാൻ ശ്രമിച്ച അനന്തുവിനെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്ക് പറ്റിയ ഇരുവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എങ്കിലും സുജിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികൾ എന്ന് പറയുന്നത് ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ്. പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന, ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കഞ്ചാവ് ലോബിക്കെതിരെ തിരിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തില് ഇപ്പോൾ ഈ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. ചിതറ പോലീസിന്റെ അന്വേഷണത്തിൽ 5 പേരെ പിടികൂടി. തുമ്പമൺതൊടി സ്വദേശികളായ വിവേക്, സൂര്യജിത്ത്, ബിജു, വിജയ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. സുജിനെ കുത്തിയത് 1-ാം പ്രതി സൂര്യജിത്താണെന്ന് FIR-ൽ പറയുന്നു. കുത്തിപ്പരിക്കേൽപ്പിക്കാനായി 3 പ്രതികൾ ചേർന്ന് സുജിനെ ബലമായി പിടിച്ചുവെച്ചുവെന്നും FIR-ലുണ്ട്. സുജിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിനെ കുത്തിയത് 2-ാം പ്രതി ലാലുവാണെന്നും പോലീസ് കണ്ടെത്തി. ആക്രമിക്കുക എന്നതിനപ്പുറം ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും FIR-ൽ പറയുന്നു. പരിക്കേറ്റ അനന്തു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. തുടർ നടപടികൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിനെ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല. ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കൊലപാതകത്തിന് കാരണം കള്ളത്തൂക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് സൂചന. കേസിൽ കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കോട്ടയം തട്ട് സ്വദേശി രതീഷിനെയാണ് പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിതീഷ് ബാബുവിനെ വെട്ടിയാളെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല.
ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു നാടിനെ നടുക്കിയ അരുംകൊല. വീടിന് സമീപം ആയുധ നിർമ്മാണത്തിനുള്ള ആല നടത്തുകയായിരുന്ന 31-കാരനായ നിതീഷ് ബാബുവിനെയാണ് വെട്ടിക്കൊന്നത്. ബൈക്കിലെത്തിയ 2 പേരാണ് കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായിരുന്നു. തർക്കമുണ്ടാകുന്നതിന് മുൻപ് ഇവർ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചതായും തുടർന്ന് ഇരുമ്പ് പണിശാലയിലെ വെട്ടുകത്തി ഉപയോഗിച്ച് നിതീഷിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ കോട്ടയം തട്ട് സ്വദേശി രതീഷിനെ പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. കൃത്യം നടത്തിയത് രതീഷിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. കൊലയ്ക്ക് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് സൂചന. നിതീഷിന്റെ ആലയിൽ നാടൻ തോക്ക് നിർമ്മിച്ച് നൽകിയിരുന്നെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണോ കൊലപാതകത്തിന് കാരണമായതെന്ന സംശയവും പോലീസിനുണ്ട്. ഭാര്യയുടെ മുമ്പിലിട്ടാണ് പ്രതികൾ നിതീഷിനെ വെട്ടിക്കൊന്നത്. ആക്രമണം തടയുന്നതിനിടെ ഭാര്യ ശ്രുതിക്കും പരിക്കേറ്റിരുന്നു. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കണ്ണൂർ. ഉത്തരേന്ത്യ നടുക്കിയ കൊടും കുറ്റവാളിയാണ് ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന സീരിയൽ കില്ലർ. ഉത്തർപ്രദേശിലെ അലിഗഡ് സ്വദേശിയായ ഡോക്ടർ ദേവേന്ദ്ര ശർമ്മ 50ഓളം കൊലക്കേസുകളിൽ പ്രതിയാണ്. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കനാലിൽ മുതലകൾക്ക് തിന്നാൻ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതായിരുന്നു ഇയാളുടെ രീതി. 7 കൊലക്കേസുകളിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഡോക്ടർ ശർമ്മയെ ഡൽഹി പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം പരോളിനിറങ്ങി മുങ്ങിയ ഇയാൾ രാജസ്ഥാനിലെ ദൗസയിൽ ആശ്രമത്തിൽ സന്യാസിയായി ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റ്. പോലീസ് റെക്കോർഡുകളിൽ കൊടും ക്രിമിനലാണ് ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന ദേവേന്ദ്ര ശർമ്മ. ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ആയുർവേദ ഡോക്ടറായി. ഉത്തർപ്രദേശിലെ അലിഗഡ് സ്വദേശിയായ ശർമ്മ 11 വർഷം ക്ലിനിക്ക് നടത്തി. 94-ൽ ഗ്യാസ് ഡീലർഷിപ്പ് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ഈ ഇടപാടിൽ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിനു ശേഷമാണ് ശർമ്മ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇതുവരെ 50-ലധികം കൊലപാതകങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട്. തന്റെ ഇരകളുടെ മൃതദേഹങ്ങൾ ഉത്തർപ്രദേശ് കാസ്ഗഞ്ചിലെ ഹസ്ര കനാലിലേക്കാണ് ശർമ്മ വലിച്ചെറിഞ്ഞിരുന്നത്. മുതലകൾ മൃതദേഹം തിന്നുകയും തെളിവുകൾ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നതായിരുന്നു ഇതിന് കാരണം. ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിലായി 7 വ്യത്യസ്ത കേസുകളിൽ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഗുഡ്ഗാവ് കോടതി ഒരിക്കൽ വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും അപ്പീലിൽ അത് ജീവപര്യന്തമായി കുറഞ്ഞു. തിഹാർ ജയിലിൽ കഴിയവേ കഴിഞ്ഞ വർഷം പരോളിലിറങ്ങി മുങ്ങിയ ദേവേന്ദ്ര ശർമ്മ 2 വർഷത്തിനു ശേഷം രാജസ്ഥാനിൽ നിന്നാണ് ഡൽഹി പോലീസിന്റെ പിടിയിലാവുന്നത്. ദൗസയിലെ ഒരു ആശ്രമത്തിൽ സന്യാസി ചമഞ്ഞ് കഴിയുകയായിരുന്നു 67-കാരനായ ശർമ്മ. ആയിരത്തി 1998-നും 2004-നും ഇടയിൽ അനധികൃത വൃക്ക മാറ്റിവെക്കൽ റാക്കറ്റിലൂടെയാണ് ഇയാൾ കുപ്രസിദ്ധനാവുന്നത്. പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ 125-ലധികം അനധികൃത അവയവ മാറ്റിവെക്കലുകൾക്ക് സൗകര്യമൊരുക്കിയതായി പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു. പിന്നീടാണ് കൊലപാതകങ്ങളിലേക്ക് കടന്നത്. ടാക്സികൾ വാടകയ്ക്കെടുക്കുക, ഡ്രൈവർമാരെ കൊലപ്പെടുത്തുക, അവരുടെ വാഹനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുക എന്നിവയായിരുന്നു കുറ്റകൃത്യത്തിന്റെ രീതി. 2004-ലാണ് ശർമ്മ ആദ്യം അറസ്റ്റിലാവുന്നത്. പരോളിലിരിക്കെ ശർമ്മ ഒളിച്ചോടുന്നതും ആദ്യമായിട്ടല്ല. 2020-ൽ 20 ദിവസത്തെ പരോളിന് ശേഷം ഇയാൾ തിരികെ എത്തിയിരുന്നില്ല. പിന്നീട് 7 മാസത്തോളം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്നും പിടിയിലായി. ഇത്തവണയും വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടുന്നത്.
ന്യൂസ് 18 ഡൽഹി. ഒരു കൊലപാതകം നടത്തി 3 പതിറ്റാണ്ടോളം നമ്മുടെ നിയമത്തെയും നിയമവ്യവസ്ഥയെയും കബളിപ്പിച്ച് മുങ്ങിയ ആളാണ് കന്യാകുമാരി സ്വദേശി രാജപ്പൻ. 1996 തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശി പ്രസാദിനെ മോഷണത്തിനിടെ ഇയാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന രാജപ്പൻ 30 വർഷങ്ങൾക്ക് ശേഷം പോലീസിന്റെ പിടിയിലായി. പാറശാല പോലീസും ഷാഡോ പോലീസും ചേർന്ന് കന്യാകുമാരിയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ധനുവച്ചപുരത്ത് നടന്ന കോളിളക്കമുണ്ടാക്കിയ കൊലക്കേസിലാണ് ഒളിവിൽ കഴിഞ്ഞ പ്രതി 3 പതിറ്റാണ്ടാകുമ്പോൾ പിടിയിലായത്. കന്യാകുമാരി സ്വദേശി ദാസപ്പൻ എന്ന് വിളിക്കുന്ന രാജപ്പനെയാണ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തക്കലയ്ക്ക് സമീപത്തു നിന്നും ഷാഡോ പോലീസിന്റെ സഹായത്തോടെയാണ് പാറശാല പോലീസ് പ്രതിയെ പിടികൂടിയത്. ധനുവച്ചപുരത്തെ സമ്പന്ന കുടുംബാംഗമായിരുന്ന നീലകണ്ഠരുടെ മകൻ പ്രസാദിനെയാണ് പ്രതി കൊന്നത്. കുടുംബത്തിലെ ഒരു കല്യാണത്തിന് ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്തായിരുന്നു കൊലപാതകം. സ്വർണവും പണവും കവരാനെത്തിയ 7-അംഗ സംഘത്തിലെ അംഗമായിരുന്നു പിടിയിലായ രാജപ്പൻ. മുഖംമൂടി സംഘം മോഷണം നടത്തുന്നതിനിടയിൽ ഏറെക്കാലം കുടുംബത്തിൽ പുറം ജോലികൾ നോക്കിയിരുന്ന രാജപ്പനെ കൊല്ലപ്പെട്ട പ്രസാദിന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് ബഹളം കേട്ടെത്തിയ പ്രസാദിനെ രാജപ്പനും സംഘവും കയ്യിൽ കരുതിയിരുന്ന കമ്പി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിലെ മറ്റു പ്രതികളെ പിടികൂടിയിരുന്നെങ്കിലും രാജപ്പൻ മുങ്ങി നടക്കുകയായിരുന്നു. ദാസപ്പൻ എന്ന് വിളിക്കുന്ന രാജപ്പൻ 53 വയസ്സ്. ഇയാൾ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും വേഷം മാറി പേര് മാറി കൃഷിയും അതുപോലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. വളരെ വിവാദമായിട്ടുള്ളൊരു കേസാണിത്. 7 പേര് രാത്രി വന്ന് ഒരു വീട്ടിൽ കയറി മോഷണം നടത്തുന്നതിനിടയിൽ അവിടുത്തെ മുതിർന്ന ഒരാളെ ഉപദ്രവിക്കുകയും അത് തടയാൻ ചെന്ന അയാളുടെ മകന് 22 വയസ്സുള്ള പ്രസാദ് എന്ന ആളെ പാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ, പ്രധാനപ്പെട്ട പ്രതിയാണ് ഇയാൾ. പേര് മാറിയും വാടക വീടുകൾ മാറിയും ഇയാൾ താമസിച്ചിരുന്നത് പോലീസിനെ വെട്ടിലാക്കിയിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴയിലെ റബ്ബർ തോട്ടത്തിൽ തൊഴിലാളിയായി കഴിഞ്ഞിരുന്നു. പോലീസ് പിന്തുടരുന്നു എന്ന വിവരം മണത്തറിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ ചേക്കേറി. കൃഷിപ്പാടങ്ങൾ പാട്ടത്തിനെടുത്തും കൃഷിയിടങ്ങളിൽ ജോലി നോക്കിയുമാണ് പ്രതി കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതര സംസ്ഥാനക്കാരനായ യുവാവിന്റെ പരാക്രമം. ഗൈനക്കോളജി വാർഡിൽ അഡ്മിറ്റായ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒഡീഷ സ്വദേശി ഭരചന്ദ്ര അക്രമം വിതച്ചത്. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം ശരീരം മുറിച്ചായിരുന്നു തുടക്കം. സംഭവത്തിൽ ഇടപെട്ട പോലീസുകാരനെയും അക്രമി കുത്തി പരിക്കേൽപ്പിച്ചു. ഒടുവിൽ സാഹസികമായാണ് പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ആരോഗ്യനില മോശമായതിനാൽ ഭാര്യയെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാനാകില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ഭർത്താവായ ഭരചന്ദ്ര ആദിയെ അറിയിച്ചു. എന്നാൽ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് വേണമെന്നാവശ്യപ്പെട്ട് ഇയാൾ അക്രമം നടത്തുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം ശരീരം മുറിച്ചായിരുന്നു തുടക്കം. ഇതോടെ അധികൃതർ ഗാന്ധിനഗർ പോലീസിനെ വിവരമറിയിച്ചു. ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ദിലീപ് വർമ്മയ്ക്ക് കുത്തേറ്റത്. ലിബിൻ എന്ന പോലീസുകാരനും അക്രമത്തിൽ പരിക്കേറ്റു. ഇതിന് പിന്നാലെ പോലീസ് സംഘം പ്രതിയെ കീഴടക്കുകയായിരുന്നു. സ്വയം മുറിവേൽപ്പിച്ച പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ പോലീസുകാരനും ചികിത്സയിലാണ്. അക്രമ സംഭവങ്ങളെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ കൂട്ടിരിപ്പുകാരടക്കമുള്ളവർ ഏറെ നേരം പരിഭ്രാന്തിയിലായി. ന്യൂസ്
18 കോട്ടയം. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി. നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി സസ്പെൻഡ് ചെയ്തു. ASI പ്രസന്നകുമാറിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണറാണ് നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ നടപടി നേരിട്ട പ്രസന്നനാണ് തന്നോട് കൂടുതൽ മോശമായി പെരുമാറിയതെന്ന് ബിന്ദു ആരോപിച്ചിരുന്നു. പോലീസിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ നടപടി തുടരുകയാണ്. പേരുക്കട സ്റ്റേഷനിൽ GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രസന്നകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ പാർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയെന്നാണ് പ്രസന്നകുമാറിനെതിരെയുള്ള പ്രധാന കണ്ടെത്തൽ. ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നുമുള്ള ആരോപണവും പ്രസന്നകുമാറിനെതിരെ യുവതി ഉന്നയിച്ചിരുന്നു. ഇയാളുടെ പെരുമാറ്റം മാന്യമായിരുന്നില്ലെന്നും ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്നും കന്റോൺമെന്റ് ACയുടെ റിപ്പോർട്ടിലുണ്ട്. പേരുക്കട സബ് ഇൻസ്പെക്ടർ പ്രസാദിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരുൾപ്പെടെ 6 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് യുവതിയുടെ പരാതി. കുടിവെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാൻ പറഞ്ഞെന്നും ആരോപണമുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ തീരുമാനം. യുവതിയെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ പാർപ്പിച്ചതിൽ പേരുക്കട പോലീസിന്റെ വീഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനും സമ്മതിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തലസ്ഥാന നഗരത്തിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടാക്രമണം. തിരുവനന്തപുരം അരുവിക്കരയിൽ പട്ടാപ്പകൽ ബൈക്ക് യാത്രക്കാരായ സഹോദരന്മാരെ ഇടിച്ചിട്ട ശേഷം കാറിലെത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നിരവധി കേസുകളിൽ പ്രതികളായ വട്ടിയൂർക്കാവ് സ്വദേശി മൊട്ട ബിനുവിനെയും ബിജുവിനെയുമാണ് കാറിലെത്തിയ സംഘം ആക്രമിച്ചത്. കോടതിയിൽ പോയി തിരികെ വരികയായിരുന്നു ബിനുവും ബിജുവും. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അരുവിക്കര കരകുളം ഇരുമ്പയിലാണ് സംഭവം. ബൈക്ക് യാത്രികരായ വട്ടിയൂർക്കാവ് സ്വദേശി മുട്ട ബിനു എന്ന ബിനു, സഹോദരൻ ബിജു എന്നിവരെയാണ് കാറിലെത്തിയ അജ്ഞാത സംഘം ആക്രമിച്ചത്. ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം സംഘം കടന്നു കളഞ്ഞു. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിയിൽ 8 കേസുകളിലെ പ്രതികളാണ് ബിനുവും ബിജുവും. 2008 വട്ടിയൂർക്കാവിലെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന കേസിന്റെ ഭാഗമായി നെടുമങ്ങാട് കോടതിയിൽ ഹാജരായ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമണം. ഇവർ സഞ്ചരിക്കുന്നതിന് എതിർദിശയിൽ വന്ന മറ്റൊരു ബൈക്ക് തട്ടി താഴെ വീണതോടെ പിന്നാലെ കാറിലെത്തിയ സംഘം വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ബഹളം കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും അക്രമി സംഘം കാറിൽ കടന്നു കളഞ്ഞു. കാലിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെയും ബിജുവിനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി. മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തിവരുന്നതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഒരു ജോലി ലഭിക്കാൻ കഷ്ടപ്പെടുന്ന ഒട്ടേറെ യുവാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനായി എത്ര പണം മുടക്കാനും ചിലർ തയ്യാറാണ്. എന്നാൽ ഇങ്ങനെ ജോലി നൽകാമെന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരെ കബളിപ്പിക്കുന്ന സംഘങ്ങളും ഇവിടെ സജീവമാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 2ാം പ്രതി കോതകുറിശി സ്വദേശി മുഹമ്മദ് അലിയാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്.
2024 ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് മുഖേനയും നേരിട്ടുമാണ് ഹരിദാസ് പണം കൈമാറിയത്. സെക്രട്ടേറിയറ്റിൽ താൽക്കാലിക ബൈൻഡിംഗ് ജോലി ചെയ്തിരുന്ന മുഹമ്മദ് അലിക്ക് മുഖ്യമന്ത്രിയെ പരിചയമുണ്ടെന്നാണ് ഹരിദാസിനെ ധരിപ്പിച്ചത്. 8,57,000 രൂപ പലതവണയായി ഹരിദാസിൽ നിന്ന് 2 പ്രതികളും ചേർന്ന് തട്ടിയെടുത്തു. പണം കൈമാറിയിട്ടും ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തെ തുടർന്നുള്ള തിരക്കുകളിലാണെന്നാണ് പ്രതികൾ ധരിപ്പിച്ചത്. ജോലി ലഭിക്കുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാഞ്ഞതിനെ തുടർന്ന് ഹരിദാസ് ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 2ാം പ്രതി ഗോതക്കുറിശി സ്വദേശി 39-കാരനായ മുഹമ്മദ് അലി പിടിയിലായത്. 1ാം പ്രതി മുത്തുവിനായി അന്വേഷണം ഊർജിതമാക്കി. ജോലി വാഗ്ദാനം ചെയ്ത് ഇവർ കൂടുതൽ പേരിൽ നിന്ന് പണം തട്ടിയതായി പരാതിയുള്ളതായും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പട്ടാമ്പി. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമോ? കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന്റെ പേരിൽ ഏജന്റുമാർ 30 കോടിയിലേറെ രൂപ പലരിൽ നിന്നായി വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ആ പണം ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അന്വേഷിക്കുകയാണ് വിജിലൻസ്. കൈക്കൂലി പണം ഉപയോഗിച്ച് ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അറസ്റ്റിലായ പ്രതികളുടെ ഫോണുകളിൽ നിന്ന് നിർണായകമായ വിവരം ലഭിച്ചെന്നാണ് സൂചന. ED ഉദ്യോഗസ്ഥനും ഇടനിലക്കാരും ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി വൻതോതിൽ കൈക്കൂലി വാങ്ങിക്കൂട്ടിയതിന്റെ വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചത്. മുംബൈയിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ട് മറയാക്കിയാണ് കൈക്കൂലി പണം വെളുപ്പിച്ചത്. ഈ കമ്പനിയെക്കുറിച്ചും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ പേരിൽ 30 കോടിയിലേറെ രൂപ പലരിൽ നിന്നായി ഇവർ തട്ടിയെടുത്തെന്നാണ് നിഗമനം. 3ാം പ്രതി മുകേഷ് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര ഭാഗത്ത് ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിന് കിട്ടി. 1ാം പ്രതിയും ED ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് വിജിലൻസ് SP ശശിധരൻ പറഞ്ഞു. പരാതിക്കാരന്റെ മൊഴിപ്രകാരമാണ് 1ാം പ്രതിയെ FIR നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുക. നമ്മളുടെ മുൻപിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഒരു പരാതി, അതിലെ ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തി ആ പരാതിയിൽ കഴമ്പുണ്ടെന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയി. അറസ്റ്റിലായ പ്രതികളുടെ ഗാഡ്ജറ്റുകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ്. പോലീസ് ഫോറൻസിക് വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതിനിടെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും രാഷ്ട്രീയ ഇടപെടലിനുമെതിരെ DYFI കൊച്ചി ED ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അനൂഷ് റോഷൻ എന്ന യുവാവിനെ 4 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനാകാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അനൂസിനെ കൊട്ടേഷൻ സംഘം മലപ്പുറം വരെ എത്തിച്ചതായി വിവരം ലഭിച്ചു. അതിനിടെ കേസിൽ പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെയും യുവാവിൻ്റെയും ചിത്രങ്ങളും ഇവർ സഞ്ചരിച്ച വാഹനത്തിൻ്റെ നമ്പറുമാണ് പോലീസ് പുറത്തുവിട്ടത്. അനൂസിന്റെ സഹോദരനുമായുള്ള സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയത്. അനൂസിന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്താണ്. ഇയാളുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് അനൂസിനെ സംഘം തട്ടിക്കൊണ്ടുപോയതെന്നാണ് സൂചന. എന്നാൽ 4 ദിവസം പിന്നിട്ടിട്ടും അനൂസ് റോഷനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ താമസിപ്പിച്ചിരിക്കുന്നത് മലപ്പുറത്തെന്നാണ് പോലീസിന്റെ നിഗമനം. കൃത്യമായ സ്ഥലം മനസ്സിലായിട്ടുണ്ടെന്നും അനൂസിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പ്രതികൾ കടന്നു കളയാനാണ് സാധ്യതയെന്നും പോലീസ് പറഞ്ഞു.
ചൊവ്വാഴ്ച രാത്രി അനൂസിനെ പ്രതികൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പോലീസ് താമരശ്ശേരി ചുരത്തിന് സമീപം അന്വേഷണം നടത്തിയിരുന്നു. അനൂസ് റോഷന് വേണ്ടി ജില്ലയിലെയും മലപ്പുറത്തെയും വിവിധ CCTVകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഉത്തരമേഖല IG രാജ്പാൽ മീണ, റൂറൽ SP KE ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മൊബൈൽ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനൂസ് റോഷൻ മലപ്പുറത്തുണ്ടെന്ന സൂചന ലഭിച്ചത്. ഇത് അടിസ്ഥാനമാക്കി വിവിധയിടങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അനൂസിന്റെ സഹോദരൻ അജ്മൽ റോഷൻ പലരിൽ നിന്നായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഈ തുക തിരികെ ചോദിച്ച് നേരത്തെ പലരും കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. ഈ തർക്കം നിലനിൽക്കെയാണ് തട്ടിക്കൊണ്ടുപോകൽ. താമരശ്ശേരി DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതിനോടകം പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻപ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയ ഒരാൾ ഞായറാഴ്ച അറസ്റ്റിലായിരുന്നു. കൊടുവള്ളി കരിങ്കമണ്ണുകുഴിയിൽ മുഹമ്മദ് ഷാഫിയാണ് അനൂസ് റോഷന്റെ മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിനിടെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ ഫോട്ടോയാണ് പോലീസ് പുറത്തുവിട്ടത്. പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. തട്ടിപ്പ് കേസിൽ പ്രതിയായ യുവതിയെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിച്ചതിന് തിരുവനന്തപുരത്ത് SIയെ സസ്പെൻഡ് ചെയ്ത കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. മ്യൂസിയം സ്റ്റേഷനിലെ SI ഷെഫിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകളുണ്ടെന്നാണ് സൂചന. അനുവാദമില്ലാതെ സിനിമാ അഭിനയത്തിന് പോയതും നടപടിക്ക് ഇടയാക്കിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. തട്ടിപ്പ് കേസിലെ പ്രതിയെ ഹരിദ്വാർ കോടതിയിൽ ഹാജരാക്കുന്നതിൽ കാലതാമസം വരുത്തിയതിനായിരുന്നു നടപടി. ഹരിദ്വാറിലേക്കുള്ള യാത്രയിൽ വനിതാ പ്രതിയെ സ്വകാര്യ ഹോട്ടലിൽ 2 ദിവസം അനധികൃതമായി താമസിപ്പിച്ചതിനായിരുന്നു പ്രധാനമായും സസ്പെൻഷൻ നടപടി. സസ്പെൻഷന് മറ്റു കാര്യങ്ങളും പരിഗണിച്ചു. അനുവാദമില്ലാതെ SI ഷെഫിൻ 4 ദിവസം ഇടുക്കിയിൽ സിനിമാ അഭിനയത്തിന് പോയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവധിയെടുത്ത ശേഷമായിരുന്നു ഇത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് കണ്ടെത്തിയെന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് 3-ാം പ്രതി അർച്ചന ഗൌതത്തെ ഹരിദ്വാറിൽ നിന്ന് ഇവിടെ എത്തിച്ചതും നടപടികൾ പൂർത്തിയാക്കി തിരികെ കൊണ്ടുപോയതും. ഇവർ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഹരിദ്വാർ ജയിലിലായിരുന്നു. തിരികെ ഹരിദ്വാർ ജയിലിലേക്ക് കൊണ്ടുപോയ അർച്ചനയെ കോടതിയിൽ ഹാജരാക്കാതെ 2 ദിവസം ഡൽഹിയിലെ ഹോട്ടലിലാണ് താമസിപ്പിച്ചത്. പ്രതിയെ തിരികെ ഹരിദ്വാറിൽ എത്തിച്ച ശേഷം EQ വഴി പോലീസ് സംഘത്തിന് മടങ്ങിവരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ വിമാനത്തിലാണ് തിരികെ എത്തിയത്. ഈ വിവരം മറച്ചുവെച്ചുവെന്നും സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഒപ്പമുണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും പ്രതിയെയും ഫൈസലാബാദിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് വാഹനത്തിലിരുത്തിയ ശേഷം വിവരശേഖരണത്തിനെന്ന പേരിൽ ഷെഫിൻ പോയതായും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഷെഫിനൊപ്പം പോയ വനിതാ CPO അടക്കം 2 ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിക്ക് 15 ലക്ഷം രൂപയാണ് തട്ടിപ്പിൽ നഷ്ടമായത്. മകൾക്ക് സ്പെയിനിൽ MBBSന് പ്രവേശനം തരപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു സാമ്പത്തിക തട്ടിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ പൂച്ചാക്കലിലെ ഗേൾസ് ഹോമിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായ സംഭവം ആശങ്ക പരത്തിയതാണ്. 16ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ പോലീസ് തിരച്ചിൽ നടത്തി. ഒടുവിൽ കാണാതായ 2 പെൺകുട്ടികളെയും കണ്ടെത്തിയിരിക്കുന്നു.
16ഉം 15 വയസ്സുള്ള പെൺകുട്ടികളെ ചൊവ്വാഴ്ചയാണ് പൂച്ചാക്കൽ ദിശ കാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോമിൽ നിന്നും കാണാതായത്. പുലർച്ചെ 1:30 ഗേൾസ് ഹോമിൽ നിന്ന് പെൺകുട്ടികൾ കടന്നു കളഞ്ഞതായാണ് പൂച്ചാക്കൽ പോലീസ് പറയുന്നത്. തുടർന്ന് പൂച്ചാക്കൽ CI സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇതിൽ ഒരു കുട്ടിയുടെ വീട് ഹരിപ്പാടാണ്. അന്വേഷണത്തിൽ 2 കുട്ടികളും ഇവിടെ എത്തിയതായി കണ്ടെത്തി. അവിടെ നിന്ന് അമ്മയുടെ ഇരുചക്ര വാഹനം കൈക്കലാക്കി ഇവർ ആലപ്പുഴയിലേക്ക് തിരിച്ചു. വണ്ടിയുടെ ബോക്സിൽ ചിട്ടിക്കടക്കാനായി കരുതിയിരുന്ന 10,000 രൂപയും ഉണ്ടായിരുന്നു. അതും കുട്ടികൾ എടുത്തു. ആലപ്പുഴ മാരാരിക്കുളത്തെത്തി ആദ്യം പോയത് ബ്യൂട്ടി പാർലറിലേക്ക്. 5,000 രൂപ ഇരുവരും അവിടെ മുടക്കി. ഒരാൾ മുടി ബോയ്ക്കട്ടും മറ്റൊരാൾ മുടിയിൽ നിറവ്യത്യാസവും വരുത്തി. തുടർന്ന് വീണ്ടും വണ്ടിയിൽ കയറി കറങ്ങി. പിന്നീട് ഇരുവരും തമ്മിൽ തെറ്റിയപ്പോൾ പെൺകുട്ടികളിൽ ഒരാൾ ഷൊർണൂരിലേക്കും അടുത്തയാൾ ഹരിപ്പാട്ടെ വീട്ടിലേക്കും പോവുകയായിരുന്നു. ഒരു കുട്ടിയെ പുലർച്ചെ ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും അടുത്ത കുട്ടിയെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഇരുവർക്കും ഗേൾസ് ഹോമിലെ ജീവിതം മടുത്തെന്നും വീട്ടിലേക്ക് പോകാനാണ് ഇറങ്ങിയതെന്നുമാണ് പോലീസിനോട് നൽകിയ വിശദീകരണം. ന്യൂസ് 18 ആലപ്പുഴ.